Learn Commerce. Please like, share and subscribe. Hi all, welcome to the class. ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ്. ടൈപ്സിൽ ഫസ്റ്റ് വൺ ആണ് സേവിംഗ് ബാങ്ക് അക്കൗണ്ട്. സേവിംഗ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് അക്കൗണ്ട് മെയിൻലി മെയിൻ ഫോർ നോൺ ട്രേഡിംഗ് കസ്റ്റമേഴ്സ്. നോൺ ട്രേഡിംഗ് കസ്റ്റമേഴ്സിന് എയിം ചെയ്തുകൊണ്ട് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന അക്കൗണ്ടാണ് സേവിംഗ് ബാങ്ക് അക്കൗണ്ട്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ജനറലി പ്രിഫേർഡ് ബൈ മിഡിൽ ആൻഡ് ലോ ഇൻകം ഗ്രൂപ്പ്സ്. മിഡിൽ അല്ലെങ്കിൽ ലോ ഇൻകം ഗ്രൂപ്പ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം അവർക്ക് എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് ഓൺലി സ്മോൾ സംസ്, അവർക്ക് ചെറിയ എമൗണ്ടുകൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ആൻഡ് ബാങ്ക് ഓൾസോ ഓഫർ എ റീസണബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു റീസണബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈ ഒരു അക്കൗണ്ടിൻ്റെ മുകളിൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്ലാനാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മിനിമം ബാലൻസ് മെത്തേഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം മന്ത്ലി ആവറേജ് ബേസിസിൽ മീൻസ് മന്ത്ലി ആവറേജ് നോക്കുന്ന സമയത്ത് ഒരു ഫിക്സഡ് സമ്മ് ബാലൻസ് വേണം എന്നുള്ള രീതിയിൽ ഏപ്രിൽ 1 SBI മിനിമം ബാലൻസ് മെത്തേഡ് കൊണ്ടുവന്നിട്ടുണ്ട്. മിനിമം മന്ത്ലി ആവറേജ് ബാലൻസ് മാബ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. SBI സേസ് ദാറ്റ് ദ മിനിമം ബാലൻസ് ഇൻ അവർ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഈസ് മന്ത്ലി ആവറേജ് ബാലൻസ്. SBI പറയുന്നതാണ് മിനിമം ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്, മന്ത്ലി ആവറേജ് ബാലൻസ് ആണ്. ദ ആവറേജ് ഓഫ് ഡെയിലി ബാലൻസ് ഇൻ അക്കൗണ്ടിങ് ഡ്യൂറിങ് എ മന്ത്. ഇപ്പോൾ മന്ത്ലി ആവറേജ് ബാലൻസ് കാണാൻ വേണ്ടി ചെയ്യുന്ന ഇതാണ് ഡെയിലി ആവറേജ് ബാലൻസ് ഒരു മന്തിൽ എത്രയുണ്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് SBI മന്ത്ലി ആവറേജ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ഒരു മന്ത്ലി ആവറേജ് ബാലൻസ് മിനിമം ബാലൻസ് ആയിട്ട് അക്കൗണ്ടിൽ വേണമെന്നാണ് SBI പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പല ഏരിയാസിലും പല രീതിയിലാണ് ഈ മന്ത്ലി ആവറേജ് ബാലൻസ് വരുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്, മെട്രോപൊളിറ്റൻ ഏരിയയിലാണെങ്കിൽ ആവറേജ് ബാലൻസ് 5000 ആയിരിക്കണം. നെക്സ്റ്റ് അർബൻ ഏരിയാസിലാണെങ്കിൽ 3000, സെമി അർബൻ ഏരിയാസിലാണ് 2000. ഇനി റൂറൽ ഏരിയാസിലാണെങ്കിൽ ബാലൻസ് വേണ്ട മിനിമം ബാലൻസ് എന്ന് പറയുന്നത് 1000 ആയിരിക്കും. നെക്സ്റ്റ് വൺ ഫീച്ചേഴ്സ് ഓഫ് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ആണ്. സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ, ഇറ്റ് ജനറലി മീൻ ഫോർ മിഡിൽ ആൻഡ് ലോ ഇൻകം ഗ്രൂപ്പ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു റീസണബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉദ്ദേശിക്കുന്ന മിഡിൽ അല്ലെങ്കിൽ ലോ ഇൻകം ഗ്രൂപ്പ്സ് ആണ് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺഡ് വിത്ത് എ വെരി സ്മോൾ ഡെപ്പോസിറ്റ്സ്. മീൻസ് എന്താണ്, ഒരു സേവിംഗ് ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ വളരെ ചെറിയ ഡെപ്പോസിറ്റോടെ നമുക്കത് ഓപ്പൺ ചെയ്യാൻ കഴിയും. ബട്ട് എ മിനിമം ബാലൻസ് ഓഫ് 1000 ഈസ് റിക്വയർഡ് ടു ഓപ്പൺ ആൻ അക്കൗണ്ട് വിത്ത് ചെക്ക് ഫെസിലിറ്റി. ഇപ്പോൾ 100 രൂപ അടച്ചിട്ട് പോലും സാധാരണ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. പക്ഷേ എന്താണ്, ചെക്ക് ഫെസിലിറ്റി വേണമെങ്കിൽ 1000 റുപ്പീസ് അടച്ചിട്ട് വേണം സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എ കസ്റ്റമർ ക്യാൻ ഡെപ്പോസിറ്റ് എനി എമൗണ്ട് സബ്ജക്ട് ടു എ മിനിമം ഓഫ് ₹5. അപ്പോൾ മിനിമം 5 റുപ്പീസ് മുതൽ എത്ര എമൗണ്ട് വേണമെങ്കിലും സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ദ നമ്പർ ഓഫ് വിഡ്രോവൽസ് ഓവർ എ പീരീഡ് ഓഫ് 1 ഇയർ ഈസ് ലിമിറ്റഡ് ടു 150. പക്ഷേ ഓർക്കേണ്ട കാര്യമുണ്ട്, ഒരു വർഷത്തിൽ 150 തവണ മാത്രമേ ഒരു സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ കഴിയുള്ളൂ. ദ മിനിമം എമൗണ്ട് ഓഫ് എ ചെക്ക് ഷുഡ് ബി 5. അപ്പം ഈ ഒരു സേവിംഗ് ബാങ്ക് അക്കൗണ്ട് പേരിൽ നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്യുകയാണ്, അക്കൗണ്ടിൽ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ ചെക്ക് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ മിനിമം 5 റുപ്പീസിൻ്റെ ചെക്കെങ്കിലും എഴുതേണ്ടി വരും. നെക്സ്റ്റ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് RBI ആണ്. അറ്റ് പ്രസൻറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 3.5 per annum. അപ്പോൾ പ്രസൻ്റ് ആയിട്ട് 3.5 per annum ആണ് സേവിംഗ് ബാങ്ക് അക്കൗണ്ടിന് കിട്ടുന്ന ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് സെർട്ടൈൻ മിനിമം ബാലൻസ് നീഡ് ടു ബി മെയിൻറ്റെയിൻഡ് ആസ് എ പാർട്ട് ഓഫ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഈ ഒരു അക്കൗണ്ടിൽ സെർട്ടൈൻ എമൗണ്ട് അവരുടെ ബാങ്കിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ നമ്മൾ മിനിമം ബാലൻസ് ആയിട്ട് സൂക്ഷിക്കേണ്ടി വരും. ഇനി ഫോർ പീപ്പിൾ ബിലോ പോവർട്ടി ലൈൻ ബാങ്ക്സ് എൻകറേജ് ദ ഓപ്പണിംഗ് ഓഫ് നോ ഫ്രിൽസ് അക്കൗണ്ട്. ഇനി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആൾ ബിലോ പോവർട്ടി ലൈനാണ്, മീൻസ് പോവർട്ടി ലൈനിൽ താഴെയുള്ള ആളാണെങ്കിൽ അയാൾക്ക് നോ ഫ്രിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഫെസിലിറ്റിയും ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോ ഫ്രിൽ അക്കൗണ്ട് മീൻസ് സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. ഇത്രയാണ് സേവിംഗ് ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ റിക്കറിംഗ് ഡെപ്പോസിറ്റ്സ് ആണ്. ഇപ്പോൾ റിക്കറിംഗ് ഡെപ്പോസിറ്റ്സ് ആണ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ബാങ്ക്. The recurring deposits are introduced to create the habit of saving among lower income groups. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ലോവർ ഇൻകം ഗ്രൂപ്പ്സ്, വളരെ കുറഞ്ഞ വരുമാനമുള്ള ആളുകളുടെ ഇടയിൽ സേവിങ്സിൻ്റെ ഹാബിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ റിക്കറിംഗ് ഡെപ്പോസിറ്റിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് നോക്കാം. റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഈസ് ജനറലി മീൻ ഫോർ പീപ്പിൾ ഹു ഹാവ് റെഗുലർ മന്ത്ലി ഇൻകം. റെഗുലർ ആയിട്ട് മന്ത്ലി ഇൻകം ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് എല്ലാ വർഷവും ആ ഒരു അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ്. എ ഡെപ്പോസിറ്റർ ക്യാൻ ഡെപ്പോസിറ്റ് എ ഫിക്സഡ് എമൗണ്ട് എവറി മന്ത്
ഓൺ എൻ എഗ്രീഡ് പീരീഡ്. ഒരു എഗ്രീഡ് പീരീഡിലേക്ക്, ഇപ്പോൾ 5 years ആണ്, 5 yearsലേക്ക് മന്ത്ലി എവറി മന്ത് ഒരു ഫിക്സഡ് എമൗണ്ട് എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് ചെയ്യാം ഡെപ്പോസിറ്റർക്ക്. ദ എമൗണ്ട് പെയ്ഡ് ഇൻ ടു ദ അക്കൗണ്ട് ഷുഡ് ബി മൾട്ടിപ്പിൾ ഓഫ് 5 or 10. അപ്പോൾ അങ്ങനെ അടയ്ക്കുന്ന ക്യാഷ് എന്ന് പറയുന്നത്, ഇപ്പോൾ 10,000 അടയ്ക്കുകയാണെങ്കിൽ അത് 5-ൻ്റെയും 10-ൻ്റെയും മൾട്ടിപ്പിൾ ആണ്. അങ്ങനെ 10-ൻ്റെയും 5-ൻ്റെയും മൾട്ടിപ്പിൾസിൽ മാത്രമേ നമുക്ക് റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. നോ വിഡ്രോവൽസ് ആർ അലൗഡ് ബിഫോർ ദ എക്സ്പയറി ഓഫ് എഗ്രീഡ് പീരീഡ്. നമ്മൾ പറഞ്ഞു ഒരു പീരീഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്, മന്ത്ലി ഒരു ഫിക്സഡ് എമൗണ്ട് പേ ചെയ്യുന്നത്. ആ പീരീഡ് കഴിയാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ എമൗണ്ടിനെ വിഡ്രോ ചെയ്യാൻ കഴിയില്ല. അപ്പം ലോ ഇൻകം ഗ്രൂപ്പ്, ആവറേജ് ഒരു മന്ത്ലി ഇൻകം ഉള്ള ഗ്രൂപ്പ്സിന് വേണ്ടിയിട്ട് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന അക്കൗണ്ടാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് ഓർക്കാം. പോസ്റ്റ് ഓഫീസ് പ്രൊവൈഡ് ചെയ്യുന്ന റിക്കറിംഗ് ഡെപ്പോസിറ്റ്സ് പലരുടെയും വീട്ടിലുണ്ടാവും. അപ്പോൾ റിക്കറിംഗ് ഡെപ്പോസിറ്റ്സ് നമ്മൾ ചെയ്യുന്നത് മന്ത്ലി എന്ത് ചെയ്യുകയാണ്, ഒരു ഫിക്സഡ് സമ്മ് ആ അക്കൗണ്ടിലേക്ക് ഒരു സ്റ്റിപ്പുലേറ്റഡ് പീരീഡിലേക്ക് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ചില കേസുകളിൽ ബാങ്ക് അലൗഡ് ടു വിഡ്രോ മണി ഈവൻ ബിഫോർ ദ എക്സ്പയറി. ഇപ്പോൾ സ്റ്റിപ്പുലേറ്റഡ് പീരീഡിൻ്റെ എക്സ്പയറിക്ക് മുമ്പ് ചില സമയങ്ങളിൽ ബാങ്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ സമ്മതിക്കാറുണ്ട്. നെക്സ്റ്റ് അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട് ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട്സ് ആർ ജനറലി മീൻ ഫോർ കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്സ്, പബ്ലിക് ബോഡീസ് എക്സെട്ര വിച്ച് ഹാവ് ന്യൂമറസ് ആൻഡ് കണ്ടിന്യൂസ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ്. ഇപ്പോൾ ന്യൂമറസ് ഒരുപാട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് വരുന്ന ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സിനും കൊമേഴ്ഷ്യൽ അണ്ടർടേക്കിങ്സിനും പബ്ലിക് ബോഡീസിനും ഒക്കെ വേണ്ടിയിട്ട് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. കോൾഡ്, അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് ലയബിലിറ്റി ആണ് ബാങ്കിനെ സംബന്ധിച്ച് ഈ ഒരു കറണ്ട് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് അക്കൗണ്ട്സിൻ്റെ ഫീച്ചേഴ്സ് ആണ്, കറണ്ട് അക്കൗണ്ട് ആർ ജനറലി മീൻ ഫോർ കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് കറണ്ട് അക്കൗണ്ട് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, നോ റെസ്ട്രിക്ഷൻസ് ആർ ഇമ്പോസ്ഡ് ഓൺ ദ എമൗണ്ട് ആൻഡ് ദി നമ്പർ ഓഫ് വിഡ്രോവൽസ് ടു ബി മെയ്ഡ് ഈച്ച് ഡേ. അപ്പോൾ ഒരു ദിവസം എത്ര തവണ ട്രാൻസാക്ഷൻസ് നടത്താം അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം, അങ്ങനെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു റെസ്ട്രിക്ഷൻസും കറണ്ട് അക്കൗണ്ടിന് ഉണ്ടായിരിക്കില്ല. നമുക്ക് എത്ര തവണ വേണമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ടും ട്രാൻസാക്ഷൻ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് വൺ, ദ ബാങ്ക് ഹാസ് ടു കീപ്പ് എ ലാർജ് എമൗണ്ട് ഓഫ് ലിക്വിഡ് ക്യാഷ് ടു മീറ്റ് ദ ഡിമാൻഡ് ഓഫ് കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എത്ര ട്രാൻസാക്ഷൻ വേണമെങ്കിലും അവർക്ക് നടത്താൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര എമൗണ്ട് വേണമെങ്കിലും അവർക്ക് വിഡ്രോ ചെയ്യാം. ആ ഒരു വിഡ്രോവലിനൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കർ ഹൈ എമൗണ്ട് ലിക്വിഡ് അസറ്റ് ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അക്കൗണ്ട് ക്യാൻ ബി ഓവർഡ്രോൺ ബൈ സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്. നമുക്ക് ഈ ഒരു അക്കൗണ്ടിൽ കൊടുത്തിട്ടുള്ള എമൗണ്ടിനെ ഓവർഡ്രോ ചെയ്യാൻ പറ്റും. മീൻസ് ഓവർ ഡ്രാഫ്റ്റ് അലൗ ചെയ്യുന്ന ടൈപ്പ് അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. നമുക്ക് അക്കൗണ്ടിലുള്ള ബാലൻസിനേക്കാൾ കൂടുതൽ വിഡ്രോ ചെയ്യാൻ കഴിയും. ഫെസിലിറ്റി ഓഫ് സെൻഡിങ് ബിൽസ് ആൻഡ് ചെക്സ് ഫോർ കളക്ഷൻ. അപ്പോൾ ബില്ലുകളും അതുപോലെ തന്നെ ചെക്സും ഒക്കെ കളക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഈ അക്കൗണ്ട് ഹോൾഡറിന് കിട്ടും. നെക്സ്റ്റ്, ഇൻസിഡൻ്റൽ ചാർജസ് ഉണ്ടാവും. മീൻസ് ഇങ്ങനെയുള്ള ഈ ഒരു ഫെസിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻസിഡൻ്റൽ ചാർജസ് കറണ്ട് അക്കൗണ്ടിന് വരുന്നുണ്ട്. നെക്സ്റ്റ്, ഡെപ്പോസിറ്റ്സ് ക്യാൻ ബി മെയ്ഡ് ബൈ പേ ഇൻ സ്ലിപ്പ് ആൻഡ് വിഡ്രോവൽ ബൈ ചെക്ക്. വിഡ്രോവൽ ചെയ്യുന്നത് ചെക്ക് മുഖേനയും അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പേ ഇൻ സ്ലിപ്പ് വഴിയുമാണ്. അപ്പോൾ ഇത്രയാണ് കറണ്ട് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓപ്പണിംഗ് ഓഫ് സേവിങ് ആൻഡ് കറണ്ട് അക്കൗണ്ട് ആണ്. കറണ്ട് അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ടും എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക എന്നുള്ള കാര്യം. അതിനുവേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ടത് അപ്ലിക്കേഷൻസ് ഓൺ ദി പ്രിസ്ക്രൈബ്ഡ് ഫോമാണ്. ബാങ്ക് പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം. സെക്കൻഡ് വൺ, ഇൻട്രൊഡക്ഷൻ ഓഫ് അപ്ലിക്കൻ്റ് ആണ്. ഈ ഒരു അപ്ലിക്കേഷൻ്റെ കൂടെ തന്നെ ബാങ്കറിന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആളെ കുറിച്ചുള്ള കറക്റ്റ് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അയാളെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വേണം. മീൻസ് എ ബാങ്കർ ഹാസ് ടു സാറ്റിസ്ഫൈ ഹിംസെൽഫ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ കസ്റ്റമർ ബിഫോർ ഓപ്പണിംഗ് എൻ അക്കൗണ്ട് ഓൺ ഹിസ് നെയിം. For this purpose, he should ask for the proper introduction or satisfactory reference. അപ്പോൾ നമുക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ബാങ്കർക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ആളെക്കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടണം. അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് ഒരാളെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കുകയോ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റെഫറൻസ് കൊടുക്കുകയോ നമ്മൾ വേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷനാണ്. സെക്കൻഡ് വൺ, ആപ്ലിക്കേഷൻ്റെ കൂടെ തന്നെ ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നെക്സ്റ്റ് വൺ, ഒബ്റ്റെയിനിങ് സ്പെസിഫിൻ സിഗ്നേച്ചർ. ഇപ്പോൾ ചെക്ക് ഒക്കെ ഡ്രോ ചെയ്യാനുള്ള, അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചെക്കെല്ലാം ഡ്രോ ചെയ്യാനുള്ളതാണ് കസ്റ്റമറിൻ്റെ പേരിൽ. അപ്പോൾ ചെക്ക് വരുന്ന സമയത്ത് റെഫറൻസിനൊക്കെ വേണ്ടിയിട്ടും ഫർദർ ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആളുടെ സ്പെസിമെൻ സിഗ്നേച്ചർ വാങ്ങിച്ചു വെക്കണം. ഒബ്റ്റെയിനിങ് സ്പെസിമെൻ സിഗ്നേച്ചർ. The applicant is required to give his specimen signature to the bank and it is kept in the bank for future reference. Next stage is receiving initial deposit ആണ്.
അപ്പം എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്റ്റർ ഓൾ ദ ഫോർമാലിറ്റീസ് ഓവർ ബാങ്കർ ഷുഡ് ഒബ്റ്റെയിൻ എ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ഫ്രം ദ കസ്റ്റമർ ആൻഡ് ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ഇൻ ഹിസ് അക്കൗണ്ട്. എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞാൽ ബാങ്ക് ലാസ്റ്റ് ചെയ്യുന്നത് അക്കൗണ്ട് ഹോൾഡറുടെ കയ്യിൽ നിന്ന് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ആ എമൗണ്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ, ഒബ്റ്റെയിനിങ് ദി അക്കൗണ്ട്. ആഫ്റ്റർ ആക്സെപ്റ്റിംഗ് ദ ഡെപ്പോസിറ്റ് ബാങ്കർ ക്യാൻ ഓപ്പൺ എ ഫ്രഷ് അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് കസ്റ്റമർ ഇൻ ദി ലെഡ്ജർ. അപ്പോൾ അക്കൗണ്ടിൻ്റെ ഫസ്റ്റ് ഡെപ്പോസിറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് അവരുടെ ലെഡ്ജറിൽ കസ്റ്റമറുടെ പേരിൽ പുതിയൊരു ഫ്രഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. Then the banker may issue a pay-in slip book, checkbook and passbook to the customer. നെക്സ്റ്റ് ഫ്യൂച്ചറിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം പേ-ഇൻ സ്ലിപ്പ് അതുപോലെ തന്നെ ചെക്ക് ബുക്ക് പാസ്ബുക്ക് ഒക്കെ കസ്റ്റമർക്ക് കൊടുക്കാറുണ്ട് അയാളുടെ അക്കൗണ്ടിന് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പാണ് KYC ആണ്, നോ യുവർ കസ്റ്റമർ. ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ബാങ്ക്സ് ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ അബൌട്ട് ദി ഐഡൻറ്റിറ്റി ആൻഡ് അഡ്രസ് ഓഫ് ദി കസ്റ്റമർ. കസ്റ്റമറിൻ്റെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അഡ്രസ്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ബാങ്ക് ചെയ്യുന്ന പ്രോസസ്സാണ് നോ യുവർ കസ്റ്റമർ എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു എൻഷുർ ദാറ്റ് ദ ബാങ്ക് സർവീസസ് ആർ നോട്ട് മിസ്യൂസ്ഡ്. അപ്പോൾ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പോവുകയാണ്, ആ സർവീസുകളൊന്നും മിസ്യൂസ് ചെയ്യപ്പെടില്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് KYC വാങ്ങിക്കുന്നത്. അപ്പോൾ പ്രൂഫ് ഓഫ് അഡ്രസ്സ്, പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റിയും ആണ് ഇതിലുണ്ടാവുക. പീരിയോഡിക്കലി അപ്ഡേറ്റ് ദെയർ കസ്റ്റമർ KYC ഡീറ്റെയിൽസ്. ഇനി ബാങ്ക് ഒരിക്കൽ KYC വാങ്ങിയാൽ മാത്രം പോലെ പീരിയോഡിക്കലായിട്ട് അത് റിവ്യൂ ചെയ്യുകയും ചെയ്യും. 2 ടൈപ്പ് ഡോക്യുമെൻറ്റ്സ് വാങ്ങുകയെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആണ്, നെക്സ്റ്റ് വൺ പ്രൂഫ് ഓഫ് അഡ്രസ് ആണ്. സബ്മിഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് KYC ഫോംസ് can be done physically by visiting the bank branch or by scanning the document and uploading the same on the net banking portal. അപ്പോൾ നമുക്കിനി അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ KYC ഫോമും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സും ഫിസിക്കലി നമ്മൾ ബാങ്കിൽ പ്രസൻ്റ് ആയിക്കൊണ്ട് മീൻസ് ഫിസിക്കലി ഒരു ബ്രാഞ്ച് പോയിക്കൊണ്ട് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം നെറ്റ് ബാങ്കിങ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടും നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഒരിക്കലും ഒരു അക്കൗണ്ട് ഹോൾഡർക്ക് KYC കോംപ്ലിയൻസ് ഫോളോ ചെയ്യാതെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ പോളിസി ഈസ് ടു പ്രിവെൻറ്റ് മണി ലോണ്ടറിങ്, ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ടെററിസ്റ്റ് ഫിനാൻസിങ് ആൻഡ് ഫിനാൻഷ്യൽ ഫ്രോഡ്സ്. അപ്പോൾ KYC ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇതാണ്. മണി ലോണ്ടറിങ്ങിനെ പ്രൊഹിബിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി തെഫ്റ്റ് ഇല്ലാതെയാക്കുക, ടെററിസ്റ്റ് ഫിനാൻസിങ് എലിമിനേറ്റ് ചെയ്യുക, ഫിനാൻഷ്യൽ ഫ്രോഡ്സ് ഒഴിവാക്കുക. ഇതൊക്കെയാണ് KYCയുടെ മെയിൻ ആയിട്ടുള്ള എയിംസ്. നെക്സ്റ്റ് ടോപ്പിക് ഓപ്പറേറ്റിംഗ് ദി ബാങ്ക് അക്കൗണ്ട് ആണ്. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു കഴിഞ്ഞു, ഇനി ഇങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പേ-ഇൻ സ്ലിപ്പ്, ചെക്ക് ബുക്ക്, പാസ്ബുക്ക് ആണ്. അപ്പോൾ മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ആണ് കസ്റ്റമേഴ്സിന് ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേ-ഇൻ സ്ലിപ്പും ചെക്ക് ബുക്കും പാസ്ബുക്കും. ഫസ്റ്റ് വൺ പേ-ഇൻ സ്ലിപ്പ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡെപ്പോസിറ്റ് ക്യാഷ്, ചെക്സ്, ഡ്രാഫ്റ്റ്, ബിൽസ് എക്സെട്ര ടു ദി ക്രെഡിറ്റ് ഓഫ് ഹിസ് അക്കൗണ്ട്. അക്കൗണ്ട് ഹോൾഡറുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ക്യാഷ് ആയിട്ടും ചെക്കായിട്ടും ഡ്രാഫ്റ്റ് ആയിട്ടും ബില്ലായിട്ടും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് പേ-ഇൻ സ്ലിപ്പ് ബുക്ക്. പേ-ഇൻ സ്ലിപ്പ് ക്യാൻ ബി കെപ്റ്റ് ബൈ ദ കസ്റ്റമർ ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. ഇനി എമൗണ്ട് ഡെപ്പോസിറ്റ് കഴിഞ്ഞാൽ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പേ-ഇൻ സ്ലിപ്പ് കസ്റ്റമറിന് കീപ്പ് ചെയ്യാം. ഇതാണ് പേ-ഇൻ സ്ലിപ്പ് ബുക്ക് എന്ന് പറയുന്നത്. A pay-in slip book is a book which contains printed slips called pay-in slips. This book is supplied by bank to the customer. ഓർക്കുക, പേ-ഇൻ സ്ലിപ്പ് ബുക്ക് എന്ന് പറയുന്നത് പേ-ഇൻ സ്ലിപ്പ് ഒരുപാട് പേ-ഇൻ സ്ലിപ്പുകളുള്ള ഒരു ബുക്കാണ്. അത് ബാങ്ക് കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. യൂസ്ഡ് ടു ഡെപ്പോസിറ്റ് ക്യാഷ്, ചെക്ക് ആൻഡ് ബിൽ എക്സെട്ര. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ക്യാഷും അതുപോലെ തന്നെ ചെക്ക്, ബില്ല് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പേ-ഇൻ സ്ലിപ്പ്. Next one, checkbook. Checks are used to withdraw money from current and saving bank account. Current account നിന്നും സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ചെക്ക് ബുക്ക്. നെക്സ്റ്റ്, if the old checkbook is exhausted, the customer will get a fresh book by giving a requisition slip which is already there in the old checkbook. അപ്പം നമുക്കൊരു ചെക്ക് ബുക്ക് നമ്മൾ യൂസ് ചെയ്തിട്ട് അത് തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ് റിക്വസിഷൻ സ്ലിപ്പ് കൊടുത്തുകൊണ്ട് നമുക്ക് പുതിയ ചെക്കിനെ വാങ്ങിക്കാൻ കഴിയും. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ചെക്ക് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ വേണ്ട മിനിമം ബാലൻസ് എന്ന് പറയുന്നത് 1000 rupees ആണ്. ലാസ്റ്റ് വൺ ആണ് പാസ്ബുക്ക്. ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് പാസ്ബുക്ക്. എ പാസ്ബുക്ക് ഇസ് എ സ്മോൾ ബുക്ക് ഇഷ്യൂഡ് ബൈ എ ബാങ്ക് ടു ഹിറ്റ്സ് കസ്റ്റമർ ടു റെക്കോർഡ് ഓൾ ഡീലിങ്സ് ബിറ്റ്വീൻ ദം. അപ്പോൾ ബാങ്കും
കസ്റ്റമറും തമ്മിലുള്ള എല്ലാ ഡീലിങ്സും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ചെറിയൊരു ബുക്കാണ് പാസ്ബുക്ക്. ദ പാസ്ബുക്ക് ഈസ് ഹെൽപ്ഫുൾ ടു കസ്റ്റമേഴ്സ് ടു വെരിഫൈ ദ കറക്റ്റ്നെസ് ഓഫ് ദി ബാങ്ക് ട്രാൻസാക്ഷൻ ബൈ കമ്പയറിംഗ് ദ എൻട്രീസ് ഇൻ പാസ്ബുക്ക് വിത്ത് ദോസ് ഓഫ് ദി എൻട്രീസ് ഇൻ ദി ക്യാഷ് ബുക്ക്. അപ്പോൾ ഈ പാസ്ബുക്ക് യൂസ് ചെയ്തുകൊണ്ട് കസ്റ്റമർക്ക് ബാങ്ക് ചെയ്യുന്ന ട്രാൻസാക്ഷൻസിൻ്റെ കറക്റ്റ്നെസ് വെരിഫൈ ചെയ്യാൻ കഴിയും. അവരുടെ കയ്യിലുള്ള കൊമേഴ്ഷ്യൽ അണ്ടർടേക്കിങ്സ് ആണെങ്കിൽ അവരുടെ കയ്യിലുള്ള ക്യാഷ് ബുക്കും ഈ പാസ്ബുക്കിലെ എൻട്രീസും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കാൻ കഴിയും. നെക്സ്റ്റ് വൺ, ഇൻഓപ്പറേറ്റീവ് ഓർ ഡോർമൻറ്റ് അക്കൗണ്ട്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഇൻഓപ്പറേറ്റീവ് അല്ലെങ്കിൽ ഡോർമൻറ്റ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ നോക്കുക, ഒരു ട്രാൻസാക്ഷൻസും 1 year ആയിട്ട് ഇല്ലാത്ത ബാങ്കുകൾക്ക് ദ ബാങ്കർ ട്രൈസ് ടു കോൺടാക്ട് ദ അക്കൗണ്ട് ഹോൾഡർ ഓർ ദി നോമിനി. ഇൻ ദ കേസ് ഓഫ് നോ റിപ്ലൈസ് ദ ബാങ്കർ വിൽ സെൻഡ് ഇൻറ്റിമേഷൻ ടു ദ അക്കൗണ്ട് ഹോൾഡർ 2 or 3 months prior to treating his inactive account. മീൻസ് ഒരു ട്രാൻസാക്ഷനും 1 വർഷത്തോളമായിട്ട് നടക്കുന്നില്ല ഒരു ബാങ്ക് അക്കൗണ്ടിലെങ്കിൽ ബാങ്കർ ഫസ്റ്റ് ചെയ്യുന്നത് 2-3 മാസം മുമ്പേ, മീൻസ് അക്കൗണ്ട് ഇനാക്റ്റീവ് ആക്കുന്നതിന് 2-3 മാസം മുമ്പേ അക്കൗണ്ട് ഹോൾഡറെയോ അല്ലെങ്കിൽ നോമിനിയോ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഒരു റെസ്പോൺസും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ ആ അക്കൗണ്ടിനെ ഇനാക്റ്റീവ് ആക്കും. അങ്ങനെ ഇനാക്റ്റീവ് ആയി കിടക്കുന്ന അക്കൗണ്ടുകളെയാണ് ഇൻഓപ്പറേറ്റീവ് ഓർ ഡോർമെൻറ്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഇൻഓപ്പറേറ്റീവ് മീൻസ് നോട്ട് ഫങ്ഷനിങ് എന്നാണ് ഇൻഓപ്പറേറ്റീവിൻ്റെ മീനിങ്. ആൻഡ് നോൺ ഫങ്ഷനിങ് ഓഫ് ബാങ്ക് അക്കൗണ്ട് കണ്ടിന്യൂസ്ലി ഫോർ 2 years ബ്രിങ് ഇറ്റ് ഇൻ ദി കാറ്റഗറി ഓഫ് നോൺ ഓപ്പറേറ്റീവ് ഓർ ഡോർമെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഒരു ഡോർമെൻറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റീവ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ബാങ്ക് അതിൻ്റെ അക്കൗണ്ടിൽ അതിനെ കാണിക്കണമെങ്കിൽ 2 years മിനിമം 2 years എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ആ അക്കൗണ്ടിൽ ഒരു ട്രാൻസാക്ഷനും നടന്നിരിക്കരുത്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത് 1 year കഴിഞ്ഞാൽ തന്നെ ബാങ്ക് ഇൻറ്റിമേറ്റ് ചെയ്യാൻ തുടങ്ങും. ശേഷം 2 years ആയിട്ടും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതിനെയാണ് ഡോർമൻറ്റ് അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് അക്കൗണ്ട് ടൈപ്പാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ആർ മണി ഡെപ്പോസിറ്റ് ബൈ കസ്റ്റമർ ഫോർ എ ഫിക്സഡ് പീരീഡ്. ഒരു ഫിക്സഡ് പീരീഡിലേക്ക് കസ്റ്റമർ ഒരു ഫിക്സഡ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ദീസ് ഡെപ്പോസിറ്റ്സ് ആർ റീപേയബിൾ ഓൺലി ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് സ്പെസിഫൈഡ് പീരീഡ്. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഈ സ്പെസിഫൈഡ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ നമ്മൾക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ കഴിയുള്ളൂ. ഫിക്സഡ് ഡെപ്പോസിറ്റിന് പറയുന്ന വേറൊരു പേരാണ് ടേം ഡെപ്പോസിറ്റ്. ദ ബാങ്ക് therefore ഓഫർ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഒരു ഫിക്സഡ് പീരീഡിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബാങ്കർ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഫിക്സഡ് ഡെപ്പോസിറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. 6 to 10% വരെ ഇൻട്രസ്റ്റ് കിട്ടാറുണ്ട്. നെക്സ്റ്റ് ഓപ്പണിംഗ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം, എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല. നമ്മൾ കഴിഞ്ഞ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിലും കറണ്ട് അക്കൗണ്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സേവിംഗ് അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇൻട്രൊഡക്ഷൻ ആവശ്യമാണ്. പക്ഷേ ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. ഫസ്റ്റ് ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാണ്. പെർട്ടിക്കുലർ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് ചെയ്യേണ്ടത് സ്പെസിമെൻ സിഗ്നേച്ചർ ഇടാനാണ്. ഹി ഓൾസോ റിക്വയർഡ് ടു ഗിവ് ഹിസ് സ്പെസിമെൻ സിഗ്നേച്ചർ. ഈ ഫോർമാലിറ്റീസ് കഴിഞ്ഞതിന് ശേഷം ദ ബാങ്കർ ഷുഡ് ആസ്ക് ഫോർ ദി ഡെപ്പോസിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് ഡിമാൻഡ് ചെയ്യും. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റും ബാങ്ക് അദ്ദേഹത്തിന് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് എ അക്നോളജ്മെൻറ്റ് ഓഫ് ദ റെസിപ്റ്റ് ഓഫ് ഡെപ്പോസിറ്റ് ബൈ ബാങ്കർ ഈ ഒരു ഡെപ്പോസിറ്റ് റിസീവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന അക്നോളജ്മെൻ്റ് ആണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ്. contain the amount received for fixed deposit, period of the deposit, rate of interest and the name of the depositor. അതിൽ അടങ്ങിയിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. എമൗണ്ട് റിസീവ്ഡ്, ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എത്രയാണ്, അതുപോലെ എത്ര പീരീഡിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ അതിന് പ്രൊവൈഡ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഡെപ്പോസിറ്ററുടെ നെയിം. ഇത്രയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റിൽ ഉണ്ടാവുക. നെക്സ്റ്റ് ഇറ്റ് ഈസ് നോട്ട് ട്രാൻസ്ഫറബിൾ ബൈ എൻഡോഴ്സ്മെൻറ്റ്. നമുക്ക് ക്യാഷിന് പെട്ടെന്ന് ആവശ്യം വരുന്ന സമയത്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഡ്രോ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം നോട്ട് നെഗോഷ്യബിൾ ആണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്, ഫസ്റ്റ് വൺ, ദ മണി ഡെപ്പോസിറ്റഡ് ബൈ ഡെപ്പോസിറ്റർ ക്യാൻ ബി സേഫ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ബാങ്കർ. ബാങ്കറിൻ്റെ കയ്യിൽ അത് സേഫ് ആയിരിക്കും എമൗണ്ട്. നെക്സ്റ്റ് ഡെപ്പോസിറ്റേഴ്സ് ഗെറ്റ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റേഴ്സിന് കിട്ടും. ഇറ്റ് ഗ്യാരണ്ടീസ് ഹൈ ആസ് വെൽ ആസ് സ്റ്റഡി ഇൻകം ടു ദി ഡെപ്പോസിറ്റ്.
മീൻസ് സാധാരണ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനേക്കാൾ ഹൈ ആയിട്ടുള്ള ഇൻകവും അതുപോലെ തന്നെ സ്റ്റഡി ആയിട്ടുള്ള ഇൻകവും ആണ് ഫിക്സഡ് ഡെപ്പോസിറ്റിലൂടെ ഡെപ്പോസിറ്റർക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ദ പ്രൊസീജിയർ ഫോർ ഓപ്പണിംഗ് എ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആർ റാദർ സിമ്പിൾ. നോ ഇൻട്രൊഡക്ഷൻ ഈസ് നീഡ് ടു മേക്ക് എ ഡെപ്പോസിറ്റ്. അപ്പോൾ ഒരു ഡെപ്പോസിറ്റ് മേക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ളത്. ലാസ്റ്റ് വൺ, ദ ഡെപ്പോസിറ്റർ ക്യാൻ അവെയിൽ ലോൺ അഗെയിൻസ്റ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻ കേസ് ഓഫ് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്. ഇനി ഏതെങ്കിലും രീതിയിലുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ബാങ്കറുടെ കയ്യിൽ നിന്ന് ഈ ഒരു ഡെപ്പോസിറ്റിൻ്റെ പേരിൽ നമുക്ക് ലോൺ എടുക്കാനും കഴിയും. നെക്സ്റ്റ് ഇനി ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്യൂ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഓൾറെഡി നമ്മൾ എന്താണ് ഒരു ഫിക്സഡ് പീരീഡിലേക്കാണ് ഈ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡെപ്പോസിറ്റ് ചെയ്ത വർഷം കഴിഞ്ഞിട്ടും 5 years ആണ്, 5 years കഴിഞ്ഞിട്ടും ഡെപ്പോസിറ്റർ ആ എമൗണ്ട് തിരിച്ചു വാങ്ങിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിന് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ലീഗലി എ ബാങ്കർ ഇസ് നോട്ട് ലയബിൾ ടു പേ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്യൂ ഫിക്സഡ് ഡെപ്പോസിറ്റ്. യൂഷ്വലി എന്താണ് ബാങ്കർ എന്തില്ല ലയബിൾ അല്ല പീരീഡ് കഴിഞ്ഞിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ. പക്ഷേ ദ ബാങ്കർ ക്യാൻ റിന്യൂ ദ ഓവർ ഡ്യൂ ഡെപ്പോസിറ്റ് അറ്റ് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രിവെയിലിംഗ് ഓൺ ദി ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഓൺലി ഇഫ് ദ ഓവർ ഡ്യൂ പീരീഡ് ഇസ് അപ് ടു 14 days. ഇനി ഈ പീരീഡ് കഴിഞ്ഞിട്ട് അപ് ടു 14 days ആണ് ആ ഒരു ഡെപ്പോസിറ്റ് ബാങ്കിലുള്ളതെങ്കിൽ ബാങ്കിന് ആ ടൈമിൽ മാർക്കറ്റിൽ പ്രിവൈൽ ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആ ഫിക്സഡ് ഡെപ്പോസിറ്റിന് കൊടുക്കാം. ഇനി 14 ദിവസത്തിന് മുകളിലാണെങ്കിൽ ദ ഡെപ്പോസിറ്റർ ഷുഡ് ബി ട്രീറ്റഡ് ലൈക്ക് എ ടേം ഡെപ്പോസിറ്റ് ആൻഡ് ദ ബാങ്ക് മേ പ്രിസ്ക്രൈബ് ദെയർ ഓൺ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ ദി ഓവർ ഡ്യൂ പീരീഡ്. ഇനി 14 yearsന് മുകളിലാണെങ്കിൽ എന്താണ് ഡെപ്പോസിറ്റിനെ ട്രീറ്റ് ചെയ്യേണ്ടത് ഒരു ടേം ഡെപ്പോസിറ്റ് ആയിട്ട് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക. ആ ഒരു ടൈപ്പ് ഫിക്സഡ് ഡെപ്പോസിറ്റിന് അവർ എത്ര എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുമോ അവരുടെ മറ്റുള്ള അക്കൗണ്ടിൻ്റെ മുകളിൽ ആ ഇൻട്രസ്റ്റ് റേറ്റ് ഇതിന് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെയാണ് ഓവർ ഡ്യൂ ഫിക്സഡ് ഡെപ്പോസിറ്റിനെ ബാങ്ക് ട്രീറ്റ് ചെയ്യുന്നത്. ഓവർ ഡ്യൂ ആയുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി പേയ്മെൻറ്റ് ബിഫോർ ഡ്യൂ ഡേറ്റ് ആണ്. ഡ്യൂ ഡേറ്റിന് മുമ്പിലാണ് നമുക്ക് എമൗണ്ട് ആവശ്യമായിട്ട് വരുന്നതെങ്കിൽ ബാങ്ക് ഇസ് നോട്ട് ലയബിൾ ടു പേ ഫിക്സഡ് ഡെപ്പോസിറ്റ് ബിഫോർ ദി ഡ്യൂ ഡേറ്റ്. ബാങ്കൾക്ക് ഇങ്ങനെ ഒരു ലയബിലിറ്റി ഇല്ല ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ പീരീഡ് കഴിയുന്നതിന് മുമ്പേ എമൗണ്ട് റീപേ ചെയ്യാനുള്ള. ജനറലി കസ്റ്റമേഴ്സ് ആർ എലിജിബിൾ ടു ഗെറ്റ് ഓൺലി ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സച്ച് ഡെപ്പോസിറ്റ്സ്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യം വന്നു ഡ്യൂ ഡേറ്റിന് മുമ്പ് തന്നെ നമുക്ക് ആവശ്യം വന്നെങ്കിൽ ബാങ്ക് തരികയാണെങ്കിൽ അതിന് ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാത്രമേ കസ്റ്റമർക്ക് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുള്ളൂ. ബാങ്ക്സ് നോർമലി റെഡ്യൂസസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബൈ 1%. നോർമലി ബാങ്ക് കുറയ്ക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 1% ആയിരിക്കും. നെക്സ്റ്റ് ലോൺ അഗെയിൻസ്റ്റ് സെക്യൂരിറ്റി ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിനെ സെക്യൂരിറ്റി ആക്കി വെച്ചുകൊണ്ട് നമുക്ക് ലോൺ എടുക്കാമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദ ബാങ്ക് ക്യാൻ ഗിവ് ലോൺ അപ് ടു 75% ഓഫ് ദ ഫിക്സഡ് ഡെപ്പോസിറ്റ് അഗെയിൻസ്റ്റ് ദ സെക്യൂരിറ്റി ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ്. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റിൻ്റെ സെക്യൂരിറ്റിയിൽ ബാങ്കർക്ക് ആ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിലുള്ള എമൗണ്ടിൻ്റെ 75% വരെയും ലോൺ പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. യൂഷ്വലി ഈ ഒരു ലോണിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സച്ച് കേസസ് ദേ ചാർജസ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദാൻ അലൗഡ് ഓൺ ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റിൽ അലൗ ചെയ്തതിനേക്കാൾ കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈ കേസിൽ ബാങ്കർ ചാർജ് ചെയ്യും. നെക്സ്റ്റ് ജോയിൻറ്റ് ഡെപ്പോസിറ്റ് ഇൻ ജോയിൻറ്റ് നെയിംസ് ആണ്. ഇനി ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് 2-3 ആളുകൾ ചേർന്ന് ജോയിൻ്റ്ലി ആണെങ്കിൽ ബാങ്കർ ഷുഡ് ബി കെയർഫുൾ വിത്ത് റിഗാർഡ് ടു ഇറ്റ്സ് റീപേയ്മെൻറ്റ്. റീപേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ബാങ്കർ നല്ല രീതിയിൽ കെയർഫുൾ ആയിരിക്കണം. കാരണം ഒരാൾക്ക് മാത്രം ക്യാഷ് കൊടുക്കാൻ പാടില്ല. എല്ലാവരുടെയും കൺസെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാൻ സമ്മതിക്കാൻ പാടുള്ളൂ. If one of the joint depositors requests the banker for the repayment of the fixed deposit before the due date, the banker should repay it only after obtaining the consent of the other joint depositor. അപ്പോൾ ഒരു joint depositor amount കാലാവധി തീരുന്നതിന് മുമ്പ് ചോദിക്കുകയാണെങ്കിൽ മറ്റുള്ള ആളുകളുടെ കൺസെൻറ്റ് വാങ്ങിയതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള റീപേയ്മെൻറ്റ് നടത്താൻ പാടുള്ളൂ. നെക്സ്റ്റ് പേയ്മെൻറ്റ് ഓൺ മെച്യൂരിറ്റി ആണ്. മെച്യൂരിറ്റി ടൈമിൽ പേയ്മെൻറ്റ് എങ്ങനെയാണ് നടത്തുക എന്നുള്ളതാണ്. ദി ബാങ്ക് has an obligation to repay the fixed deposit when the customer produces the fixed deposit receipt after the expiry of stipulated period. അപ്പോൾ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് കഴിഞ്ഞിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റുമായിട്ട് കസ്റ്റമർ വന്ന് അത് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ബാങ്കറുടെ ഒബ്ലിഗേഷൻ ആണ് ആ ടൈമിൽ ആ ഒരു എമൗണ്ട് അദ്ദേഹത്തിന് റീപേ ചെയ്യുക എന്നുള്ളത്. where the deposit receipt have been lost, the banker cannot avoid the payment. ഇനിയിപ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ആ റെസിപ്റ്റ് നഷ്ടപ്പെട്ടാൽ പോലും ഡ്യൂപ്ലിക്കേറ്റ് പ്രൊവൈഡ് ചെയ്യാന്നല്ലാതെ അതിൻ്റെ റീപേയ്മെൻറ്റ് ഒരിക്കലും ബാങ്കിന് തടഞ്ഞു വയ്ക്കാൻ കഴിയില്ല. നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക്കാണ് ഡെപ്പോസിറ്റ്സിൻ്റെ
ഡെപ്പോസിറ്റ് സ്കീംസ് ഫോർ ഇന്ത്യൻസ് അബ്രോഡ്. ഇന്ത്യക്കാരായ ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഡെപ്പോസിറ്റ് സ്കീം. 2 ഗ്രൂപ്പ് ഡെപ്പോസിറ്റ് സ്കീംസ് ആണുള്ളത്, റുപ്പി അക്കൗണ്ട്സും അതുപോലെ തന്നെ ഫോറിൻ കറൻസി അക്കൗണ്ട്സും. ഫസ്റ്റ് വൺ റുപ്പി അക്കൗണ്ട്സ് ആണ്. റുപ്പി അക്കൗണ്ട്സിൽ 3 ടൈപ്സ് ഓഫ് റുപ്പി അക്കൗണ്ട്സ് ആണുള്ളത്. NRO അക്കൗണ്ട്സ്, NRI അക്കൗണ്ട്സ്, നെക്സ്റ്റ് NR അക്കൗണ്ട്. NR അക്കൗണ്ട് ഇപ്പോൾ നിലവിലില്ലാത്ത അക്കൗണ്ടാണ്. NRO അക്കൗണ്ടും NRI അക്കൗണ്ടും ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ നോൺ റെസിഡൻറ്റ് ഓർഡിനറി റുപ്പി അക്കൗണ്ട് ഓർ NRO അക്കൗണ്ട്. NRO account means funds from the sources in India are credited in these accounts. ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് NRI നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അവരുടെ ഇന്ത്യയിൽ നിന്നുള്ള സോഴ്സ് ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എല്ലാം ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് നോൺ റെസിഡൻറ്റ് ഓർഡിനറി റുപ്പി അക്കൗണ്ട് എന്ന് പറയുന്നത്. ദ റെമിറ്റൻസ് ഓഫ് മണി ഫ്രം ദ ഔട്ട്സൈഡ് ഇന്ത്യ ഈസ് നോട്ട് പെർമിറ്റഡ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള സോഴ്സിൽ നിന്ന് മാത്രമുള്ള ഇൻകം ആണ് ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയുക. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് അദ്ദേഹത്തിന് ഈ ഒരു അക്കൗണ്ടിലേക്ക് എമൗണ്ട് അടയ്ക്കാൻ കഴിയില്ല, അതിനുള്ള പെർമിഷൻ അയാൾക്ക് കിട്ടില്ല. These accounts can be maintained in any form, that is savings, current and fixed deposit account. ഈ ഒരു ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഈ ഒരു അക്കൗണ്ട് നമുക്ക് വേണമെങ്കിൽ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഫോമിലോ കറണ്ട് അക്കൗണ്ടിൻ്റെ ഫോമിലോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൻ്റെ ഫോമിലോ ഓപ്പൺ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് സെക്കൻഡ് വൺ ആണ് നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട് സ്കീം, NRI അക്കൗണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ള സോഴ്സ് ഡെപ്പോസിറ്റ് ചെയ്യാനാണ് NRO അക്കൗണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പുറത്തു നിന്നുള്ള വരുമാനം ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള അക്കൗണ്ടാണ് NRI അക്കൗണ്ട്. അണ്ടർ ദിസ് സ്കീം ദ യൂണിറ്റ് ഓഫ് അക്കൗണ്ട് ഈസ് ഇൻ ഇന്ത്യൻ റുപ്പി. അപ്പോൾ അദ്ദേഹം അയക്കുന്ന ക്യാഷ് എന്താണ്, ഇന്ത്യൻ റുപ്പിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുക. നെക്സ്റ്റ് ഈ ഒരു അക്കൗണ്ടിൽ നമ്മൾ ഡെപ്പോസിറ്റ് ഉള്ള എമൗണ്ട് എന്ന് പറയുന്നത് ടാക്സ് ഫ്രീ ആണെന്നുള്ള കാര്യം ഓർക്കുക. നെക്സ്റ്റ് NR അക്കൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഇല്ല എന്ന് ഓർക്കുക. നെക്സ്റ്റ് ഫോറിൻ കറൻസി അക്കൗണ്ട്സ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു കാറ്റഗറിയാണ് FCNR. അപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞു NRI അക്കൗണ്ടിൽ നമ്മൾ അക്കൗണ്ട് വിദേശത്ത് നിന്ന് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അത് ഇന്ത്യൻ റുപ്പിയിലാണ് എന്ത് ചെയ്യുന്നത്, ഡെപ്പോസിറ്റ് ആവുന്നത്. അപ്പോൾ 10 റിയാൽ അയക്കുകയാണെങ്കിൽ ആ 10 റിയാലിൻ്റെ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ ആണ് ഈ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ആവുന്നത്. പക്ഷേ FCNR അക്കൗണ്ട് അല്ലെങ്കിൽ ഫോറിൻ കറൻസി നോൺ റെസിഡൻസ് ബാങ്ക് സ്കീം എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് റേറ്റ് ഗ്യാരണ്ടി ഈസ് പ്രൊവൈഡഡ് ബൈ ബാങ്ക്സ് ടു ദി ഡെപ്പോസിറ്റ് അണ്ടർ ദി സ്കീം. ഈ ഒരു സ്കീമിൽ നമ്മളിപ്പോൾ 10 റിയാൽസ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എപ്പോഴാണ് അത് വിഡ്രോ ചെയ്യുന്നത് ആ ടൈമിൽ റിയാലിന് എത്ര റുപ്പീസാണോ ഉണ്ടാവുന്നത് ആ റുപ്പീസ് നമുക്ക് കിട്ടും. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് ഗ്യാരണ്ടി ചെയ്യുന്ന അക്കൗണ്ടുകളാണ് FCNR എന്ന് പറയുന്നത്. ഡെപ്പോസിറ്റ്സ് 6 months ആൻഡ് അപ് ടു 3 years ആണ് പെർമിറ്റ് ചെയ്യുന്നത്. ഈ ഒരു സ്കീം പ്രകാരം നമുക്ക് 6 months മുതൽ അതുപോലെ തന്നെ 3 years വരെ നമുക്ക് ഈ ഡെപ്പോസിറ്റ് ചെയ്യാം. ഇതാണ് ഫോറിൻ കറൻസി അക്കൗണ്ടിലെ മെയിൻ ടൈപ്പ് FCNR. ഇത്രയാണ് ഡെപ്പോസിറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്.